എല്ലാ കൂട്ടുകാർക്കും മോറൽ ടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു മീലാദ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. നമ്മുടെ മീലാദ് പരിപാടികളൊക്കെ വളരെ ഭംഗിയായി അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറാണ്. ഇത് ഓൺലൈൻ സോഫ്റ്റ്വെയറാണ്. ഇത് മൊബൈലിലൂടെയും ചെയ്യാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം നമ്മൾക്ക് പ്രിൻ്ററൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പ്രിൻ്റ് എടുത്ത് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അബ്ദുൽ ഖാദർ സാദി ഉസ്താദ് ചുള്ളിക്കാനം അവരുകളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇത് ഏകദേശം 10ഓളം വർഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. മൊഹിമാത്ത് പോലുള്ള സ്ഥാപനങ്ങളിൽ ഓഫ്ലൈനായി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഇത് ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ നല്ല ഒരു ബെനിഫിറ്റാണ് ഇതിലൂടെ ഉള്ളത്. കാരണം മദ്രസയിൽ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഡാറ്റകൾ കുറേ ഉസ്താദന്മാർക്ക് ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതിന് ആയിട്ട് നമ്മൾ ഇവിടെ meelad.com എന്ന സൈറ്റിൽ കയറണം. ഒരു ലിങ്കിലാണ് കയറേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ കയറിയാൽ ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കാണാം. അവിടെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ രജിസ്ട്രേഷൻ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഓൺ സ്റ്റേജ് എത്ര പരിപാടികളുണ്ട്, ഓഫ് സ്റ്റേജ് എത്ര പരിപാടികളുണ്ട്, പാസ്വേഡ് എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അതിന് സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് നിർദ്ദേശം വരും എന്താണ് ചെയ്യേണ്ടതെന്ന്. ഉസ്താദുമായി കോൺടാക്ട് ചെയ്ത് അതിനെ അപ്രൂവ് ചെയ്യാനുണ്ട്. അതിനുശേഷം നിങ്ങൾ ആ ഇമെയിൽ ID പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യണം. അങ്ങനെ ലോഗിൻ ചെയ്താൽ ഇതുപോലുള്ളൊരു ഡാഷ്ബോർഡായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിൽ ഓരോന്നായിട്ട് നമ്മൾക്ക് പരിചയപ്പെടാം. ഇവിടെ ആദ്യം ഡിവിഷൻ എന്നാണ്. ഡിവിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിലും അസൈൻ എന്ന് കാണാം. ഈ അസൈൻ ഡിവിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏതൊക്കെ ഡിവിഷനാണ് നമ്മളിതിലുള്ളത്, അതായത് സബ് ജൂനിയർ, ജൂനിയർ, കിഡീസ് അതുപോലുള്ള കാറ്റഗറീസ് ഉണ്ടാകും. നമ്മളെ മദ്രസയിൽ എന്താണോ സെറ്റ് ചെയ്യുന്നത്, ഇവിടെ മിഡ് സോണ്, കിഡ് സോണ് അങ്ങനെയൊക്കെ ഉണ്ട്. കിഡീസ് ബോയ്സ്, കിഡീസ് ഗേൾസ്, സബ് ജൂനിയർ അതേ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഗേൾസും ബോയ്സും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഉദാഹരണത്തിന് കിഡീസ് ബോയ്സ്, കിഡീസ് ഗേൾസ്. കാരണം ഒരേപോലെ പരിപാടികൾ രണ്ട് കൂട്ടർക്കുണ്ടെങ്കിൽ ഫസ്റ്റും സെക്കൻഡും കൊടുക്കാൻ രണ്ട് വിഭാഗത്തു നിന്നും പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ വ്യത്യസ്തമായിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരു ഡിവിഷൻ കഴിഞ്ഞാൽ ആദ്യം അത് ചെയ്യാം. ശേഷം ടീം ആഡ് ടീം എന്നത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ എൻ്റർ ഗ്രൂപ്പ് നെയിം എന്താണോ ടീം, ഞാൻ ഉദാഹരണത്തിന് ത്വയ്യിബ എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ക്യാപ്റ്റൻ, ഇൻചാർജ് എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. അടുത്ത ടീം കൊടുക്കണമെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ കാണും. അത് ഒന്നും കൂടി കൊടുക്കാം. അങ്ങനെ രണ്ട് ടീമോ എത്ര ടീമാണോ ഉള്ളത് അത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് വ്യൂ ടീം എടുക്കാം. ഞാനിവിടെ വ്യൂ ടീം ഓൾറെഡി സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിവിടെ കാണിക്കുന്നുണ്ട് ആരാണ് അതിൻ്റെ ലീഡറും അതിൻ്റെ ഇൻചാർജ് അതൊക്കെ എന്ന് കാണിക്കുന്നുണ്ട്. മൂന്നാമതായി ആഡ് ചെയ്യേണ്ടത് സ്റ്റുഡൻസാണ്. നമ്മളെ പരിപാടിക്ക് പങ്കെടുക്കുന്ന കുട്ടികളെ ആഡ് ചെയ്യുന്നതാണ് ഒരു വർക്ക്. ഇതാണ് കുറച്ച് കൂടുതലായിട്ട് ചെയ്യാനുള്ളത്. ആഡ് സ്റ്റുഡൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നെയിം കൊടുക്കുക, ഡിവിഷൻ ആ കുട്ടി ഏതാണോ, സബ് ജൂനിയർ, ജൂനിയർ അങ്ങനെ ഏതാണോ, അതേപോലെ ഏത് ടീമിലാണ് വരുന്നത്, ചെസ് നമ്പർ നമ്മൾ 1 കൊടുത്താൽ, ഇപ്പം ഉദാഹരണത്തിന് 101 കൊടുത്താൽ നമ്മൾക്ക് പിന്നെ അടുത്ത കുട്ടി ആഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ 102 കിട്ടും. അതേപോലെ ഡിവിഷൻ, ടീം ഇതൊക്കെ നമ്മൾ ഒരു വിഭാഗത്തിൻ്റെ മൊത്തം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൊത്തം അങ്ങനെ അവിടെ തന്നെ സെലക്ട് ആയി കിട്ടും. ജസ്റ്റ് പേര് മാത്രം മാറ്റി കൊടുത്താൽ മതിയാവും. ചെസ് നമ്പറൊക്കെ അവിടെ ഓട്ടോമാറ്റിക് വരും. നിങ്ങൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ സ്റ്റുഡൻസ് കഴിഞ്ഞു. വ്യൂ സ്റ്റുഡൻസിൽ പോയാൽ ആഡ് ആക്കിയ സ്റ്റുഡൻസ് മൊത്തം ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ എഡിറ്റോ ഡിലീറ്റോ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തതായിട്ട് ഓരോ സ്റ്റുഡൻസിന് എന്തൊക്കെ പരിപാടികളുണ്ട് എന്ന് അസൈൻ ചെയ്യാനാണ്. അപ്പോൾ അസൈൻ പ്രോഗ്രാം എന്നതിൽ പോയി അസൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു കാര്യം വിട്ടുപോയതല്ല, ഈ പ്രോഗ്രാം എന്നത്. ഓക്കെ, ഈ പ്രോഗ്രാം എന്നത് മേലെ ഒന്ന് വിട്ടുപോയി, അത് ആദ്യം ചെയ്യണം. പ്രോഗ്രാം എന്നതിൽ പോയി ആഡ് പ്രോഗ്രാം, നമ്മുടെ മദ്രസയിൽ എന്തൊക്കെ പരിപാടി നടത്തുക ആ പ്രോഗ്രാം മുഴുവൻ ആഡ് ചെയ്യണം. അത് ഉദാഹരണത്തിന് സബ് ജൂനിയർ ഗേൾസിന് എന്ത് പരിപാടിയാണോ ഉള്ളത്, സബ് ജൂനിയർ ഗേൾസിന് ഇപ്പോൾ ബലൂൺ പൊട്ടിക്കലാണെങ്കിൽ അവിടെ കൊടുക്കുക, ബലൂൺ പൊട്ടിക്കൽ എന്ന് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ശേഷം അതിന് പ്രോഗ്രാം കോഡ് നമ്മൾക്ക് ഇഷ്ടമുള്ള കോഡ് കൊടുക്കാം. 1, 2 നമ്മൾക്ക് ഓർഡറിൽ കൊടുക്കാം. അത് പ്രോഗ്രാം കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ഐറ്റംസ് ഉണ്ട് ആ ഐറ്റംസിൻ്റെ നമ്പേഴ്സ് കൊടുക്കാം. ഐറ്റംസിൻ്റെ നമ്പർ വളരെ അത്യാവശ്യമാണ്. അത് നമുക്ക് ഓർമ്മയിൽ വേണം, ഒന്നെങ്കിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ പിന്നീട് അത് കിട്ടുന്നതായിരിക്കും.
അപ്പോൾ നമ്മൾ എത്ര പരിപാടി, ഇപ്പോൾ ഉദാഹരണത്തിന് 40 പരിപാടി ഉണ്ടെങ്കിൽ 1 മുതൽ 40 വരെ അങ്ങനെ കൊടുക്കാം. അതേപോലെ കാറ്റഗറി, അത് ഓൺ സ്റ്റേജ് ആണോ ഓഫ് സ്റ്റേജ് ആണോ, സ്റ്റേജ് ഓഫ് സ്റ്റേജ് അങ്ങനെ കൊടുക്കാം. ടൈപ്പ് ഗ്രൂപ്പാണ് ഇൻഡിവിജ്വൽ ആണ് അത് കൊടുക്കാം. അതോടൊപ്പം എൻ്റർ മാക്സിമം കൗണ്ട് ഓഫ് പാർട്ടിസിപ്പേഷൻ, ഇതിൽ എത്ര കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്, ഒരു ഗ്രൂപ്പിൽ നിന്ന് എത്ര കുട്ടി പങ്കെടുക്കുന്നുണ്ട് എന്ന്. ഇപ്പോൾ ഗ്രൂപ്പ് സോങ് ആണെങ്കിൽ ഗ്രൂപ്പ് സോങ്ങിലേക്ക് എത്ര ടീം പങ്കെടുക്കുമെന്നത്. അപ്പോൾ 4 കൊടുത്താലും 4നേക്കാൾ അധികം ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടത്. അതിനുശേഷം സ്റ്റുഡൻസ്, അത് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അസൈൻ പ്രോഗ്രാം, ഈ അസൈൻ പ്രോഗ്രാം എന്നതിലൂടെയാണ് ഒരു കുട്ടിക്ക് ഏതൊക്കെ പ്രോഗ്രാം ഉണ്ട് എന്നത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അസൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആദ്യം പ്രോഗ്രാം കോഡ് എന്ന് കാണിക്കും. പ്രോഗ്രാം കോഡ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി ഞാനിവിടെ 23 എന്നൊരു പ്രോഗ്രാം ഉണ്ട്, അത് സീനിയർ ഗേൾസ് മാലപ്പാട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ഏത് ടീം, ആ ടീം ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ചെസ് നമ്പറുകൾ നമ്മൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആ ടീമിൻ്റെ ചെസ് നമ്പർ ഏതെല്ലാം, കാരണം ചെസ് നമ്പർ നമ്മൾ നേരത്തെ കൊടുത്തല്ലോ. അപ്പോൾ ആ ചെസ് നമ്പർ കൊടുത്ത് നമ്മൾ എൻട്രി ഫോമിലോ മറ്റോ എഴുതി വെക്കണം. അല്ലെങ്കിൽ അവിടെ നിന്ന് നോക്കി എഴുതിയാലോ അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രിൻ്റ് എടുത്താലും സാധിക്കും. ഇവിടെ സ്റ്റുഡൻസ് എന്ന സ്ഥലത്ത് പോയിട്ട് വ്യൂ സ്റ്റുഡൻസിൽ പോയിട്ട് അവരെ ചെസ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ചെസ് നമ്പർ ഇവിടെ നിന്ന് പ്രിൻ്റ് എടുക്കാൻ കഴിയും. കൺട്രോൾ അമർത്തി പിടിച്ച് പി അടിച്ചാൽ ഇത് പ്രിൻ്റായി കിട്ടും. അങ്ങനെ നമ്മൾ അസൈൻ പ്രോഗ്രാമിൽ പോയി അസൈൻ ചെയ്ത് ഓരോ പ്രോഗ്രാമും ഓരോ ആളുകൾക്കും സെലക്ട് ചെയ്യണം. എന്നിട്ട് സേവ് കൊടുക്കണം. ശേഷം ഇതോടുകൂടി നമ്മൾ പ്രോഗ്രാം സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പരിപാടി നടക്കുന്ന സമയത്തുള്ള സംഗതികളാണ്. അതിനായി നമ്മൾക്ക് ഇനി ഈ കുട്ടികളൊക്കെ നമ്മൾക്ക് ലിസ്റ്റായി കിട്ടണം. അതിന് ലിസ്റ്റ് എന്നതിൽ പോവാം. എന്നിട്ട് ഇവിടെ പ്രോഗ്രാം ലിസ്റ്റ് അടിച്ചാൽ ഏതൊക്കെ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പ്രോഗ്രാം കോഡ് നമുക്ക് വേണമെന്ന്. ആ പ്രോഗ്രാം കോഡ് ഇവിടെ കാണും. ആ കോഡ് നമുക്ക് ഇവിടുന്ന് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും. അത് ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ്. അതിനുശേഷം നമ്മൾക്ക് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ കോൾ ലിസ്റ്റ് എടുത്താൽ ഇപ്പോൾ നമ്മൾക്ക് സബ് ജൂനിയർ ഗേൾസിൻ്റെ കസേരക്കളി എന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ ചെസ് നമ്പർ കിട്ടും. അതോടൊപ്പം അതിൻ്റെ കോഡ് ലെറ്റർ ഇവിടെ കിട്ടും. നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഒരു സ്റ്റേജ് പരിപാടി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് പ്രസംഗം ഇവിടെ എല്ലാം ഉണ്ട്. ഈ ചെസ് നമ്പറുകളുണ്ട്. ഇപ്പോൾ ഇവർ വന്നാൽ ഇവർക്ക് ABCD എന്ന് കോഡ് ലെറ്റർ കൊടുക്കാം. ഇതാണ് പരിപാടിൻ്റെ ദിവസം നമ്മൾക്ക് ആവശ്യമായ പ്രിൻ്റ് എടുക്കേണ്ട ഫോം എന്ന് പറയുന്നത് ഈ ഒരു ഫോമാണ്. ഈ ഒരു ഫോം പ്രിൻ്റ് എടുത്ത ശേഷം നമുക്ക് ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ ജഡ്ജസിൻ്റെ മാർക്കിട്ട് ഇതുണ്ടാവുമല്ലോ, ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. ആ മാർക്ക് ലിസ്റ്റ് എടുത്തു കൊണ്ടുവന്ന് നമ്മൾ കോഡ് ലെറ്റർ എന്നതിൽ പോയി അസൈൻ എന്ന് നിൽക്കണം. എന്നതിന് ശേഷം ഇവിടെ ഞാൻ ഓൾറെഡി പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഓരോ പ്രോഗ്രാം കാണിക്കും. ഈ കോഡ് എന്ന സ്ഥലത്ത് പ്രോഗ്രാം കോഡ് ഇത്ര ഇവിടെ നടക്കാനുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ചെസ് നമ്പർ, ഇപ്പോൾ ചെസ് നമ്പർ 101 ഇനി A ആണെങ്കിൽ A എന്ന് കൊടുക്കുക, ABCD അങ്ങനെ കൊടുക്കുക. ശേഷം മാർക്ക് എന്നതിൽ പോയി മാർക്ക് എൻട്രി എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഏത് പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം സെലക്ട് ചെയ്ത് നമ്പർ ഓഫ് ജഡ്ജസ് എന്ന് എത്ര ജഡ്ജസ് ഉണ്ടെന്നതാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ 3 ജഡ്ജസ് ഉണ്ടെങ്കിൽ 3 ജഡ്ജസ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് ആ ഒരു കാര്യം ആ 3 ജഡ്ജസിനുള്ള മാർക്ക് ഇടുന്ന ഷീറ്റ് ഇവിടെ കിട്ടും. ഞാനതൊന്ന് ഇവിടെ കാണിക്കാം. ഓക്കെ, മാർക്ക് എൻട്രി എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 14ാമത്തെ പ്രോഗ്രാം, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രോഗ്രാം കോഡ് നമുക്ക് ഓർമ്മ വേണം. അതിവിടെ അടിച്ചാൽ തന്നെ ഇവിടെ വരും പെൻസിൽ ഡ്രോയിങ് എന്ന്. ഇതിൽ എത്ര ജഡ്ജസ് മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിന് ഒരു ജഡ്ജസ് ആണെന്നുണ്ടെങ്കിൽ 1 എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഞാനിത് മാർക്ക് ചെയ്തുകൊണ്ട് ഓൾറെഡി അസൈൻഡ് മാർക്സ് എന്ന് കാണിക്കുന്നുണ്ട്, നേരത്തെ മാർക്ക് ചെയ്തതുകൊണ്ട്. ഇത് ഈ രൂപത്തിൽ ഇവിടെ വരും. നേരത്തെ കൊടുത്ത മാർക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് വരും, അവിടെ മാർക്ക് കൊടുത്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് മാർക്ക് എൻട്രി ചെയ്യേണ്ടത്. ഇനി റിസൾട്ടിൽ പോയതിനു ശേഷം ഇവിടെ ഡിക്ലെയർ റിസൾട്ട് എന്ന് കൊടുക്കണം. അതായത് നമ്മൾ ഈ മാർക്ക് ആഡ് ചെയ്താലും ടോട്ടൽ റിസൾട്ടിലേക്ക് കൂട്ടിച്ചേർക്കണമെങ്കിൽ ഇവിടെ ഡിക്ലെയർ റിസൾട്ട് എന്നതിൻ്റെ ഇവിടെയുള്ള ഈ ഒരു മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ അത് ഇവിടുന്ന് പോകും. അങ്ങനെ പോയാലേ ആ റിസൾട്ട് ഡിക്ലെയർ ആയി കിട്ടും. അങ്ങനെ റിസൾട്ട് ഡിക്ലെയർ ആയതിനു ശേഷം നമുക്ക് ആ ഒരു റിസൾട്ട് വേണമെങ്കിൽ റിസൾട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഏതൊരു പ്രോഗ്രാമിൻ്റെ റിസൾട്ട് കോഡ് വെച്ചാൽ അതിൻ്റെ റിസൾട്ടാണ് വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യണം. ഉദാഹരണത്തിന് 3ാമത്തെ പ്രോഗ്രാമിൻ്റെ ആണെങ്കിൽ 3ാമത്തെ പദപ്പാറ്റ്. ഇപ്പോൾ ടോട്ടൽ 28 പരിപാടിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. പദപ്പാറ്റ് എടുത്താൽ ഇവിടെ നമ്മൾക്ക് ഈ റിസൾട്ട് കോഡ് ലെറ്റർ എക്ക് ചെസ് നമ്പർ 22 A+ ഗ്രേഡ് 9 പോയിൻ്റ് ഇങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് നമ്മൾക്ക് ഇങ്ങനെ പ്രിൻ്റ് കൊടുത്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് റിസൾട്ട് കിട്ടണമെങ്കിൽ.
അപ്പോൾ അതേപോലെ പബ്ലിഷ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ സ്ക്രീനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവിടെ ഉദാഹരണത്തിന് ഇപ്പോൾ ജൂനിയർ സീനിയർ ബോയ്സിൻ്റെ ഒരു പരിപാടി, ആ പരിപാടി മലയാളം പ്രസംഗം അതിൽ ഫസ്റ്റ് ആരെന്നിങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി കാണിക്കുന്നതായിരിക്കും. ഇത് നമ്മളൊരു സ്ക്രീനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഇത് എന്ന് മനസ്സിലാക്കാം. അതേപോലെ റിസൾട്ടിൽ മറ്റൊരു കാര്യം ഡിക്ലെയർ ക്യാൻസലേഷൻ. നമ്മൾക്ക് ഏതെങ്കിലും ഒരു റിസൾട്ടിൽ ഒരു പ്രോബ്ലം വന്നു, ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തൊന്ന് കാണിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനാണെങ്കിൽ നമ്മൾ ഡിക്ലെയർ റിസൾട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ക്യാൻസലേഷൻ എന്നതിൽ ടിക്ക് ചെയ്താൽ നമ്മൾക്ക് പിന്നീട് വീണ്ടും ഇത് മാർക്ക് എൻട്രിയുടെ സ്ഥലത്ത് അത് കിട്ടുന്നതായിരിക്കും, മാർക്ക് എൻട്രി ആക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അല്ലാതെ പറ്റൂല. അപ്പോൾ ഇതൊരു റിസൾട്ട് ഡിക്ലറേഷൻ ക്യാൻസൽ കൊടുത്താൽ ആ പോയിൻ്റൊക്കെ ലെസ്സായി പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് എടുക്കേണ്ടത്. അടുത്തത് ലിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രോഗ്രാം ലിസ്റ്റ്, കോൾ ലിസ്റ്റ്. പിന്നെ ഇതൊന്നും അത്ര ആവശ്യമില്ല, അത് ഓരോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് ആവശ്യമുള്ളത് പിന്നെ ഡിക്ലെയർ പ്രോഗ്രാം ലിസ്റ്റ്, ഡിക്ലെയർ. അതേപോലെ ഇവിടെ പാർട്ടിസിപ്പേഷൻ സ്റ്റുഡൻറ്റ് ഓർഡർ എന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ ഏതൊക്കെ കുട്ടികൾ ഏതൊക്കെ പരിപാടിയിൽ മത്സരിക്കുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. മറ്റു വിഷയങ്ങളൊക്കെ ലിസ്റ്റ് നിങ്ങൾ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അടുത്തത് പോയിൻ്റ് എന്നാണ്. പോയിൻ്റിൽ ഡിക്ലെയർഡ് റിസൾട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഏതൊക്കെ റിസൾട്ടാണ് ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ പോയിൻ്റ് കാണാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന് ടീം പോയിൻറ്റ്സ് എന്നതിലടിച്ചാൽ ഏതൊക്കെ ടീമിന് എത്ര പോയിൻ്റ് ഉണ്ട് എന്നത് കാണും. ഇവിടെ ഈ ഒരു പേജ് പ്രിൻ്റ് എടുക്കാനുള്ള ഇവിടെ പ്രിൻ്റ് എന്നൊരു ബട്ടണില്ല, പക്ഷേ നമുക്ക് Ctrl+P അമർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് പ്രഖ്യാപിക്കാനുള്ള പോയിൻ്റാണ് ഇത്. അതോടൊപ്പം അടുത്തത് പോയിൻറ്റ്സ്. ഈ പോയിൻറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ സ്ക്രീനിലൊക്കെ കാണിക്കുന്നുണ്ട്. ആ പോയിൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ രണ്ട് ഗ്രൂപ്പിൻ്റെ പോയിൻ്റുകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു സ്ലൈഡ് ഷോ രൂപത്തിൽ. അടുത്തതായി ഇൻഡിവിജ്വൽ പോയിൻറ്റ്സ്. നമുക്കിപ്പോൾ ഓരോ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ താഴെ ഇന്ന് സ്കോർ ചെക്കിങ്ങിൽ പോയാൽ ഓരോ സ്കോർ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ ഇങ്ങനെ എത്ര പോയിൻ്റ് എങ്ങനെ ഉണ്ടെന്നെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം ടാലൻസ് എന്നതിൽ പോയാൽ നമുക്ക് പ്രതിഭകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും. ഓരോ കാറ്റഗറീസിലെ പ്രതിഭകളെ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്താൽ മതി. സാധാരണ നമ്മൾ ഓളാണ് എടുക്കുക, കലാപ്രതിഭ കിട്ടണമെങ്കിൽ ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നോക്കുന്ന സമയത്ത് കലാപ്രതിഭ കുട്ടി ഏതാണോ അത് ഇവിടെ കാണിക്കും. കലാപ്രതിഭയ്ക്ക് ചേർക്കുന്നത് സ്റ്റേജ് ഐറ്റംസിലെ പോയിൻ്റുകൾ മാത്രമായിരിക്കും. സർഗ്ഗപ്രതിഭയ്ക്ക് ഓഫ് സ്റ്റേജ് ഐറ്റംസിലെ പോയിൻറ്റ്സുകൾ ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം സിമ്പിളാണ് ഈ ഒരു സോഫ്റ്റ്വെയർ. നിങ്ങളൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. ഞാനൊരു 3ഓളം മദ്രസകളിൽ ഇത് എൻ്റെ പേഴ്സണൽ ഇതിലായി മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഓൺലൈനാണ്. അതുകൊണ്ട് ഈ ഓൺലൈൻ എന്ന് മാത്രമല്ല, സാധാരണ നമ്മളെ കമ്പ്യൂട്ടറിൽ എത്ര സ്പീഡ് അതിനേക്കാൾ സ്പീഡിൽ ഓരോ കാര്യങ്ങളും നമുക്ക് സ്പീഡായിട്ട് കിട്ടുന്നുണ്ട്. ഒരു ഹാങ്ങോ ലാഗോ ഒന്നും ഇതിലില്ല. ഇത് വളരെ നല്ലൊരു സോഫ്റ്റ്വെയറാണ്. എന്തായാലും ഇത് ഡെവലപ്പ് ചെയ്ത ഉസ്താദിന് വളരെയധികം സന്തോഷങ്ങൾ അറിയിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിലൊക്കെ ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. നന്ദി.